നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പശ്ചിമേഷ്യയിലെ യുദ്ധം കൂടുതൽ രൂക്ഷമായ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടർന്നുകൊണ്ടിരുന്ന യുദ്ധം താൽക്കാലിക സന്ധിയിൽ ശമിക്കുമെന്ന പ്രതീതി സംജാതമായിരുന്നുവെങ്കിലും വെടിനിർത്തൽ കരാറുകൾക്ക് എഴുതിയ പേപ്പറിന്റെ വില പോലും ഇല്ലാത്ത വിധത്തിൽ ലംഘിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോൾ യുദ്ധം ശക്തമായിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും പരസ്പരം സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി അവകാശപ്പെടുകയും ചെയ്തു. ഇറാൻ പ്രധാനമായും ആക്രമിച്ചിട്ടുള്ളത് അമേരിക്കയുടെ ഗൾഫ് മേഖലയിലുള്ള സൈനിക താവളങ്ങളാണ്. ഇതോടെ ഈ സംഘർഷം ഇറാനും അമേരിക്കയും തമ്മിലുള്ള പോരാട്ടത്തിൽ ഒതുങ്ങാതെ മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയും നിരവധി ലോക നേതാക്കളും സംയമനം പാലിക്കുവാനും നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കുവാനും ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിലും യുദ്ധഭൂമിയിലെ സംഭവ വികാസങ്ങൾ അതിന് അനുകൂലമല്ല എന്നതാണ് വിലയിരുത്തൽ. കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പശ്ചിമേഷ്യൻ യുദ്ധത്തെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുമെന്ന തോന്നലുകൾ ശക്തമാക്കിക്കൊണ്ട് റഷ്യയുടെ ഡൂംസ്ഡേ വിമാനം ടെഹ്റാനിലെത്തിയത്. ഇതോടെ ലോകത്തിന്റെ ശ്രദ്ധ റഷ്യയുടെ അടുത്ത നീക്കം എന്താണ് എന്നറിയാനുള്ള കടുത്ത ആകാംക്ഷയിലേക്ക് ചെന്നെത്തിയിരിക്കുകയാണ്. റഷ്യയുടെ Tu-214PU എന്ന അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള വ്യോമ കമാൻഡ് വിമാനം ടെഹ്റാനിൽ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഡൂംസ്ഡേ വിമാനം എന്നറിയപ്പെടുന്ന ഈ വിമാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആണവ യുദ്ധമോ ദേശീയ അടിയന്തരാവസ്ഥയോ ഉണ്ടായാൽ പോലും സുരക്ഷിതമായ ആശയവിനിമയവും സൈനിക നിയന്ത്രണവും നിലനിർത്താൻ കഴിയുമെന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിന്റെ സാന്നിധ്യം ലോകമെമ്പാടും വലിയ ഗൗരവമുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും റഷ്യ നേരിട്ട് ഈ യുദ്ധത്തിൽ ഇടപെടുന്നു എന്നതിന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ നിലവിൽ പുറത്തു വന്നിട്ടില്ല. ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേൽ സജീവമായിരുന്നപ്പോൾ ഇസ്രായേലിലേക്ക് ബാലസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ അയക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അമേരിക്കയിലേക്ക് ആയുധങ്ങൾ എത്തിക്കാനുള്ള ശേഷി ഇറാന് ഉണ്ടായിരുന്നില്ല. ആ ഒരു ഇച്ഛാഭംഗത്തിന് അവർ ആശ്വാസം കണ്ടെത്തിയത് അമേരിക്കയുടെ വ്യോമതാവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന GCC രാജ്യങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു. യുദ്ധത്തിന്റെ ഈ രണ്ടാം ഘട്ടത്തിലും തൽസ്ഥിതിക്ക് മാറ്റമില്ലാതെ ഇറാൻ ഗൾഫ് മേഖലയിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുകയാണ്. ഇറാന്റെ IRGC പുറത്തിറക്കിയ പ്രസ്താവനയിൽ കുവൈറ്റിലും ബഹ്റൈനിലുമുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി അവകാശപ്പെട്ടിട്ടുണ്ട്. കുവൈറ്റിലെ അലി അൽ സലേം വ്യോമതാവളം, അഹമ്മദ് അൽ ജബ്ബാർ വ്യോമതാവളം, ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ എയർബേസ് എന്നിവിടങ്ങളിലെ വിവിധ സൈനിക സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുവെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഗൾഫ് മേഖലയിലെ സുരക്ഷ ശക്തമാക്കാൻ അമേരിക്കയും സഖ്യരാജ്യങ്ങളും അധിക പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായും കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. സാഹചര്യം ഇങ്ങനെ തുടരുകയാണ് എങ്കിൽ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാകുന്നത്. ഇറാനെതിരായി അമേരിക്കയും ഇസ്രായേലും ഉപരോധം തുടങ്ങിയ നാൾ മുതൽ ലോകരാഷ്ട്രങ്ങൾ ജാഗ്രതയോടെ നോക്കിക്കൊണ്ടിരുന്നത് ഹോർമുസ് കടലിടുക്കിലേക്കായിരുന്നു. ആഗോള എണ്ണക്കടത്തിന്റെ ഭൂരിഭാഗവും നടക്കുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാന്റെയും ഒമാന്റെയും നിയന്ത്രണത്തിലായതിനാൽ ഇറാൻ കൈക്കൊള്ളുന്ന നിലപാടുകൾ ലോകരാഷ്ട്രങ്ങളിലെ ഇന്ധന വ്യവഹാരത്തെ ഗണ്യമായി ബാധിക്കുമെന്നതിനാൽ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന യുദ്ധം ശക്തമായ തിരിച്ചടി തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾക്ക് സമ്മാനിച്ചത്. ഇപ്പോഴിതാ എണ്ണ വിപണിക്ക് കനത്ത സമ്മർദ്ദമേറ്റിക്കൊണ്ട് ഹോർമുസ് കടലിടുക്ക് വീണ്ടും ആഗോള ആശങ്കയുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാണ് എന്ന അമേരിക്കയുടെ വാക്ക് വിശ്വസിച്ച അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾ ഇതിലൂടെ സഞ്ചരിക്കരുത് എന്നായിരുന്നു ഇറാന്റെ കർശന ശാസനം. US നാവികസേനയുടെ സംരക്ഷണം മറികടന്നും തങ്ങൾ കപ്പലുകൾ പിടിച്ചെടുക്കാനോ ആക്രമിക്കാനോ ഉള്ള മിസൈൽ ഡ്രോൺ ശേഷിയുണ്ട് എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരുന്നു. അമേരിക്കയുടെ ഉറപ്പ് വിശ്വസിച്ച് വരുന്ന കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം തങ്ങൾക്കായിരിക്കില്ല എന്നായിരുന്നു ഇറാന്റെ നിലപാട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കൈക്കൊള്ളാനിടയുള്ള കടുത്ത നീക്കങ്ങളിൽ ഇറാനെ പിന്തിരിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കെ കടുത്ത പ്രഖ്യാപനവുമായി ട്രംപും രംഗത്ത് വന്നു. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ അമേരിക്ക ഏറ്റെടുക്കുമെന്നും പകരമായി അതുവഴി കടന്നു പോകുന്ന ചരക്ക് കപ്പലുകളിൽ നിന്നും 20% ടോൾ ഈടാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഹോർമുസ് കടലെടുക്ക് ദീർഘകാലമായി അമേരിക്ക സംരക്ഷിച്ചു വരികയാണ് എന്നും എന്നാൽ അതിന് പ്രതിഫലമായി ഒന്നും ലഭിച്ചിട്ടില്ല എന്നും ഇനി സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ചിലവ് വഹിക്കുമെന്ന രീതിയിൽ കപ്പലുകളിൽ നിന്നും ടോൾ ഈടാക്കുമെന്നുമാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഒപ്പം US ഹോർമൂസിന്റെ രക്ഷാധികാരി എന്ന നിലയിൽ പ്രവർത്തിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഹോർമൂസിൽ അമേരിക്കയുടെ ഇടപെടൽ അംഗീകരിക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു.
ലോകത്തിലെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ വലിയൊരു വിഹിതം ഈ ജലപാതയിലൂടെ കടന്നു പോകുന്നതിനാൽ ഈ മേഖലയിലെ സുരക്ഷ തകരുകയോ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുകയോ ചെയ്താൽ ആഗോള എണ്ണവില കുത്തനെ ഉയരുവാനും നിരവധി രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുവാനും സാധ്യതയുണ്ട് എന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ തന്നെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് മേഖലയിലെ സമുദ്ര സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. ഇതിനിടെ ട്രംപിനും നെതന്യാഹുവിനുമെതിരെ ഇറാനിൽ നിന്നും വൻതോതിലുള്ള വധഭീഷണികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെയും ഇറാന്റെ ഉന്നത സൈനിക നേതാക്കളുടെയും കൊലപാതകങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ മാധ്യമങ്ങളാണ് രംഗത്ത് വന്നത്. ഇറാന്റെ ഔദ്യോഗിക ഭരണകൂടത്തിന്റെ നിലപാടുകളെ പ്രതിഫലിപ്പിക്കുന്ന ഹംഷാഹറി മീഡിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളെ വധിക്കുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് ഇറാന്റെ ബുഡ്സ് ഫോഴ്സ് തലവൻ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചതിന് ശേഷമാണ് ഈ പ്രതികാര പട്ടിക ഇറാൻ സജ്ജമാക്കിയത്. 13ഓളം വിദേശ നേതാക്കളുടെ പേര് ഉൾപ്പെട്ടിരിക്കുന്ന ഈ ഹിറ്റ് ലിസ്റ്റ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. പ്രമുഖ അമേരിക്കൻ സെനറ്ററും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവുമായ ലിൻഡേ ഗ്രഹാമിന്റെ അപ്രതീക്ഷിത മരണവുമായി ബന്ധപ്പെട്ടും ചില അഭ്യൂഹങ്ങൾ രംഗത്ത് വരുന്നുണ്ട്. ഗ്രഹാം ഇറാന്റെ കടുത്ത വിമർശകനും ഇസ്രായേലിന്റെ സുഹൃത്തുമായിരുന്നു. ഇറാന്റെ ആണവ നിലയങ്ങൾ ബോംബിട്ട് തകർക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കൊലപാതക അഭ്യൂഹങ്ങൾ പശ്ചിമേഷ്യൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള സംശയങ്ങളാണ് ഇത്തരം ഭീഷണികൾക്ക് കൂടുതൽ ആക്കം കൂട്ടിയത്. എന്നാൽ ലിൻഡ്സേ ഗ്രഹാമിന്റെ മരണത്തിൽ ദുരൂഹതയില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തു. ഏതെങ്കിലും വിധത്തിൽ യുദ്ധം ശമിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ലോകരാഷ്ട്രങ്ങൾ ശക്തമാക്കുന്നുണ്ട് എങ്കിലും യുദ്ധഭൂമിയിൽ ആക്രമണങ്ങൾ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് മേഖലയിലെ ചില രാഷ്ട്രങ്ങൾ എന്നിവ യുദ്ധം വ്യാപിക്കാതിരിക്കാനുള്ള നയതന്ത്ര ചർച്ചകൾക്ക് ശ്രമിക്കുന്നുണ്ട്. ലയോ പാപ്പയും സമാധാനത്തിനും ചർച്ചകളിലൂടെയുള്ള രമ്യമായ പരിഹാരത്തിനും ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഓരോ പുതിയ ആക്രമണവും സമാധാന ചർച്ചകളെ കൂടുതൽ ആയാസകരമാക്കുകയാണ്. പരസ്പര വിശ്വാസക്കുറവും പ്രതികാര നടപടികളും തുടരുന്ന സാഹചര്യത്തിൽ ഉടൻ വെടിനിർത്തൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ലോക നേതാക്കൾ ഇരുപക്ഷത്തോടും സമീപനം പാലിക്കാൻ ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നുമുണ്ട്. ഈ സമയത്ത് റഷ്യയുടെ നീക്കങ്ങളും ചൈനയുടെ പ്രതികരണങ്ങളും ഇസ്രായേലിന്റെ സുരക്ഷാ തീരുമാനങ്ങളും ലോകം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. റഷ്യയുടെ ഡൂംസ്ഡേ വിമാനം ടെഹ്റാനിലെത്തിയത് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചപ്പോൾ ചൈന സമാധാനപരമായ പരിഹാരത്തിനാണ് ആഹ്വാനം ചെയ്യുന്നത്. ഇസ്രായേൽ അതിർത്തി സുരക്ഷയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കൂടുതൽ ശക്തമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. ഈ യുദ്ധം പശ്ചിമേഷ്യയെ മാത്രമല്ല ആഗോള ശക്തി സമവാക്യങ്ങളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് സുരക്ഷാ വിദഗ്ധരുടെ വിലയിരുത്തൽ. ലോക സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും വേഗത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് യുദ്ധമെന്ന കാര്യം എല്ലാവരും അംഗീകരിക്കുന്നത് തന്നെയാണ്. മാരകായുധങ്ങളുടെയും സ്ഫോടനങ്ങളുടെയും ഒക്കെ ശബ്ദങ്ങൾക്കപ്പുറത്ത് കൊല്ലപ്പെടുന്നവരുടെ ആർത്തനാദങ്ങളും പരിക്കേൽക്കുന്നവരുടെ ദീന വിലാപങ്ങളും ഉയർന്നു കേൾക്കുന്നത് കൂടാതെ വലിയ നഷ്ടങ്ങളാണ് യുദ്ധത്തിൽ കക്ഷികളായ രാജ്യങ്ങളെല്ലാം അനുഭവിക്കുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ജോലി നഷ്ടപ്പെടുന്നവരുടെയും കമ്പനി ആളെ കുറയ്ക്കുന്നതിലും പുതിയ നിയമനം നിർത്തിവെച്ചിരിക്കുന്നതിനാലും ഉളവാകുന്ന വലിയ പ്രതിസന്ധികളുടെ ഇരകളുടെയും ഒക്കെ ദയനീയമായ നിലവിളികളായിരിക്കും കേൾക്കാനിരിക്കുന്നത്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം സാധാരണക്കാരൻ്റെ അടുക്കളയിൽ വരെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചെങ്കിൽ യുദ്ധം വീണ്ടും രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യം ജോലിക്കാരിലും നിക്ഷേപകരിലും കടുത്ത അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുകയാണ്. കമ്പനികൾ ചെലവ് നിയന്ത്രിക്കാൻ നിർബന്ധിതരായിരിക്കുന്നതുകൊണ്ട് അത് നിയമനത്തെയും തൊഴിലവസരങ്ങളെയും ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു. ഇറാൻ അമേരിക്ക സംഘർഷം മാത്രം കാരണം ഗൾഫ് മേഖലയിൽ അനേകായിരങ്ങൾക്ക് ജോലി നഷ്ടമായിട്ടുണ്ട്. ചില കമ്പനികൾ പുതിയ നിയമനങ്ങൾ മന്ദഗതിയിലാക്കുകയും ചില നിർമ്മാണ പദ്ധതികൾ വൈകിക്കുകയും കരാർ അടിസ്ഥാനത്തിലുള്ള ജോലികളിൽ അനിശ്ചിതത്വം വർദ്ധിക്കുകയും യാത്രാ വിമാന മേഖലയിലെ ചില സർവീസുകൾ താൽക്കാലികമായി ബാധിക്കപ്പെടുകയും ഇൻഷുറൻസ്, ചരക്കു നീക്കം എന്നിവയുടെ ചിലവ് ഉയരുകയും ചെയ്തിരിക്കുന്നതിനാൽ വ്യാപകമായിട്ടുള്ള തൊഴിൽ നഷ്ടം മാത്രമല്ല കടുത്ത തൊഴിൽ അനിശ്ചിതത്വവും തൊഴിലാളികൾക്ക് ആശങ്കയുളവാക്കുന്ന വിധത്തിൽ ഉയർന്നിരിക്കുകയാണ്. ഇത്തരം പ്രതിസന്ധികൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗം നിർമ്മാണ മേഖലയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യും. പുതിയ പദ്ധതികൾ വൈകുന്നതോ നിർത്തിവയ്ക്കുകയോ ചെയ്താൽ അത് തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തും.
എണ്ണവാതക മേഖലകളിൽ ജോലി ചെയ്യുന്നവരെയും യുദ്ധത്തിന്റെ കെടുതികൾ ദോഷകരമായി ബാധിക്കും. എണ്ണവില ഉയരുമ്പോൾ ചില കമ്പനികൾക്ക് നേട്ടമുണ്ടാകാം. എന്നാൽ സുരക്ഷാ ഭീഷണിയും നിക്ഷേപ അനിശ്ചിതത്വവും ദീർഘകാല പദ്ധതികളെ ബാധിച്ചിരിക്കുന്നത് അങ്ങേയറ്റം ഗുരുതരമായിട്ടായി. വ്യോമഗതാഗതവും അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരും ഈ പ്രതിസന്ധികൾക്ക് ഇരയാകുമെന്നാണ് ഉറപ്പ്. വിമാനങ്ങൾ ചിലപ്പോൾ യുദ്ധഭീഷണിയുള്ള ആകാശപാതകൾ ഒഴിവാക്കേണ്ടതായിട്ട് വരികയും യാത്രാ സമയം കൂടുതൽ ചിലവ് വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചില സർവീസുകൾ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും കുറയ്ക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. സംഘർഷ സാഹചര്യത്തിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം കുറയുന്നത് ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ടൂറിസം സേവനങ്ങൾ എന്നിവയെ ബാധിക്കുന്നതിനാൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് കടുത്ത മാന്ദ്യവും അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ ജോലി പ്രതിസന്ധിയും ഉണ്ടായേക്കാം. ഹോർമുസ് കടലെടുക്ക് പോലുള്ള പ്രധാന സമുദ്രപാതകളിൽ പ്രശ്നമുണ്ടായാൽ ചരക്ക് നീക്കം വൈകുകയും ഷിപ്പിംഗ് ചെലവ് കൂടുന്നത് വ്യാപാരത്തെയും തൊഴിലവസരങ്ങളെയും ബാധിക്കുകയും ലോജിസ്റ്റിക് മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഗൾഫിൽ ജോലി ചെയ്യുന്ന കുടുംബങ്ങൾ ഉള്ളതിനാൽ കേരളത്തിന് ഈ യുദ്ധം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പല കുടുംബങ്ങളുടെയും പ്രധാന വരുമാനം പ്രവാസികളിൽ നിന്നാണ്. അതുകൊണ്ട് ഗൾഫ് മേഖലയിലെ സാമ്പത്തിക അനിശ്ചിതത്വം കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിലും പ്രതിഫലിക്കും. നിർമ്മാണ തൊഴിലാളികൾ, ഡ്രൈവർമാർ, ടെക്നീഷ്യന്മാർ, ഇലക്ട്രീഷ്യന്മാർ, പ്ലംബർമാർ, ഹോട്ടൽ ജീവനക്കാർ, സുരക്ഷാ ജീവനക്കാർ, റീറ്റെയിൽ ജീവനക്കാർ, കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ, ഈ തൊഴിലാളികളെയാണ് പ്രതിസന്ധികൾ ശക്തമായി ബാധിക്കാനിടയുള്ളത്. ഇവർക്ക് സ്ഥിരം ശമ്പളമുള്ള സർക്കാർ ജോലിക്കാരെക്കാൾ കൂടുതൽ അനിശ്ചിതത്വം നേരിടേണ്ടി വന്നേക്കും. കേരളത്തിൽ നിന്നുള്ള ഗൾഫ് കുടിയേറ്റം കഴിഞ്ഞ ഒരു ദശകത്തിൽ തന്നെ മാറി തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം പശ്ചിമേഷ്യൻ സംഘർഷം മാത്രമല്ല, സ്വദേശിവൽക്കരണ നയങ്ങൾ, ഓട്ടോമേഷൻ, ഉയർന്ന നൈപുണ്യമുള്ള തൊഴിലുകൾക്ക് കൂടുതൽ പ്രാധാന്യം, സാമ്പത്തിക വൈവിധ്യവൽക്കരണം, ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനം തുടങ്ങിയവയെല്ലാം കൂടിയാണ്. ഇവയെല്ലാം കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഇപ്പോഴത്തെ യുദ്ധം. യുദ്ധം തുടർന്നാൽ വിദേശ നാണയ വരുമാനവും കുടുംബങ്ങളുടെ ഉപഭോഗശേഷിയും കുറയും. വീട് നിർമ്മാണം, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിൽ മന്ദഗതി തുടങ്ങിയവ അനുഭവപ്പെടുകയും ബാങ്ക് നിക്ഷേപങ്ങളിലും ചെലവിടൽ രീതികളിലും മാറ്റമുണ്ടാവുകയും ചെയ്യും. മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് പുനരധിവാസവും തൊഴിൽ സൃഷ്ടിയും വലിയ വെല്ലുവിളിയായി. യുദ്ധത്തിൻ്റെ പ്രതിസന്ധികൾക്കൊപ്പം രൂക്ഷമായ തൊഴിൽ നഷ്ടത്തിന് കളമൊരുങ്ങിയിരിക്കുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന കൃത്രിമ ബുദ്ധി അരങ്ങുവാഴും തുടങ്ങുന്ന ഈ കാലത്ത് ഉപജീവനത്തിനായി പണിയെടുക്കുന്ന മനുഷ്യരുടെ തൊഴിൽ മേഖലയെ അത് ഗുരുതരമായി ബാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജന്മസിദ്ധിയായിട്ടുള്ള കഴിവുകൾ കൊണ്ടും കാലങ്ങൾ നീണ്ട പഠനങ്ങൾ കൊണ്ടും പരിശീലനങ്ങൾ കൊണ്ടും ആർജിച്ചെടുത്ത മനുഷ്യൻ്റെ കഴിവുകളെയാണ് യാതൊരു പ്രാവീണ്യവുമില്ലാത്തവർ പോലും AI ഉപയോഗിച്ച് നിസാരമായി സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യത്തെ വെല്ലുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുകയും പാട്ടുകൾ ഉണ്ടാക്കുകയും സിനിമകൾ നിർമ്മിക്കുകയും വാർത്തകൾ എഴുതുകയും എന്തിനധികം രോഗനിർണയങ്ങൾ വരെ നടത്തുകയും നിയമോപദേശം നൽകുകയും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ എഴുതുകയും ഒക്കെ ചെയ്യുന്ന വിപ്ലവകരമായ തലത്തിലേക്ക് നിർമ്മിത ബുദ്ധി തൻ്റെ ആധിപത്യം എത്തിച്ചിരിക്കുന്നതിനാൽ ലോകം ഇപ്പോൾ കടുത്ത ആശങ്കയോടെ ചോദിക്കുന്നത് ഇനി ആരുടെ ജോലിയാണ് AI ഏറ്റെടുക്കുന്നത് എന്നാണ്. ഇത് ലോകത്തിലെ കോടിക്കണക്കിന് കുടുംബങ്ങളുടെ വരുമാനത്തെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചുമുള്ള ഗൗരവകരമായ ചർച്ച കൂടിയാണ്. തൊഴിലാളികൾക്ക് കൃത്യമായ പ്രതിഫലം കൊടുക്കാൻ താല്പര്യമില്ലാത്ത സ്ഥാപനങ്ങൾക്കൊക്കെ കൃത്രിമ ബുദ്ധിയെ ആശ്രയിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ സാധിക്കും. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ സംഗീത നിർമ്മാണമോ ലേഖനമോ അങ്ങനെ എന്തുമാകട്ടെ, അതിനെല്ലാം ഒരു ഫൈനൽ ടച്ചപ്പ് ചെയ്ത് കാലോചിതവും കാര്യക്ഷമവും കുറ്റമറ്റതുമാക്കണമെങ്കിൽ മനുഷ്യൻ്റെ കൈകളും ബുദ്ധിയും കൂടിയേ തീരും. ഈ കാര്യത്തിന് ആർക്കും തർക്കമില്ല. അതുകൊണ്ട് തന്നെ ജോലി ഇല്ലാതാകുമെന്ന സാഹചര്യങ്ങൾക്കപ്പുറത്ത് ജോലിഭാരം കുറയ്ക്കുന്ന സാഹചര്യമായിരിക്കും സംജാതമാകുക. സ്ഥാപനങ്ങൾ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ചുരുക്കത്തിൽ അനേകർക്ക് ജോലി നഷ്ടപ്പെടുകയും ഏതാനും പേർക്ക് മാത്രം അതിജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ വിവിധ മേഖലകളിൽ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ലോക സാമ്പത്തിക ഫോറം നടത്തിയ പഠനങ്ങൾ പ്രകാരം അടുത്ത വർഷങ്ങളിൽ കോടിക്കണക്കിന് ജോലികൾ ഇല്ലാതാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ പ്രതീക്ഷ നൽകുന്നത് കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇല്ലാതായാലും ശതകോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ പുതിയതായി സൃഷ്ടിക്കപ്പെടുമെന്നുള്ള സാധ്യത AI തുറക്കുന്നുണ്ട്. അതിൽ പരിശോധനവും AI-യുമായി ബന്ധപ്പെട്ടതായതിനാൽ സ്ഥാപനങ്ങൾ തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ സിദ്ധിച്ചാൽ മാത്രമേ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് മറ്റൊരു തൊഴിൽ മേഖലയിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നതും യാഥാർത്ഥ്യമാണ്.
AI വന്ന ശേഷം നിരവധി കമ്പനികൾ ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി തന്നെ കുറച്ചിട്ടുണ്ട്. സോഫ്റ്റ്വെയർ കമ്പനികൾ കസ്റ്റമർ സർവീസ്, കണ്ടന്റ് റൈറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വിവർത്തനം, ഡാറ്റ എൻട്രി തുടങ്ങിയ തൊഴിൽ മേഖലകളിൽ ആയിരക്കണക്കിന് ആളുകളെ ഇതിനോടകം അവരുടെ ജോലികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. യുദ്ധവും AI വരുത്തി വെച്ചിരിക്കുന്ന ആഗോള പ്രതിസന്ധിയെ ഏവർക്കും അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർത്തയിലെ സത്യങ്ങളുമായി ഇനി അടുത്ത ആഴ്ച.